വളരെ നിർണായകമായ ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കാനഡയെ ആവശ്യമില്ല, കാനഡയ്ക്കാണ് ഞങ്ങളെ ആവശ്യം. വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മുഴക്കിയ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്താണ്? സകല അന്താരാഷ്ട്ര മര്യാദകളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തുന്ന അഹങ്കാരത്തിന്റെ പച്ചയായ മാറ്റൊലിയല്ലേ ഇത്? പക, പ്രതികാരം, അതിരുകടന്ന സമ്മർദ്ദം, ഈ മൂന്ന് തന്ത്രങ്ങൾ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ കാരണം വടക്കേ അമേരിക്കൻ അതിർത്തികളിൽ ഇപ്പോൾ സാമ്പത്തിക യുദ്ധത്തിന്റെ ഇടിമുഴക്കം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, പതിറ്റാണ്ടുകളായി ലോകം കണ്ട ഏറ്റവും വലിയ സൗഹൃദത്തിന്റെയും സ്വതന്ത്ര വ്യാപാരത്തിന്റെയും കവാടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് കുട്ടിയടക്കപ്പെട്ടത്. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഇത് ഞങ്ങൾക്ക് മേലുള്ള നേരിട്ടുള്ള സാമ്പത്തിക യുദ്ധമാണ് എന്ന കനേഡിയൻ ഭരണകൂടം പരസ്യമായി ആഞ്ഞടിക്കുമ്പോൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകിയെത്തുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും അനുബന്ധ ഘടകങ്ങൾക്കും സ്റ്റീലിനു മേൽ 50% വൻ നികുതി ഭാരമാണ് അമേരിക്ക അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. വിപണിയെ ഒന്നാകെ ഭൂകമ്പം പോലെ പിടിച്ചുകുലുക്കിയ ഈ നീക്കത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ട എന്താണ്? തങ്ങളെ മുട്ടുകുത്തിക്കാൻ നോക്കുന്ന അമേരിക്കൻ നീക്കത്തിന് മുന്നിൽ കാനഡ ഒരുക്കുന്ന തിരിച്ചടി അത് എന്തായിരിക്കും? ആഗോള സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിയുന്ന ഈ വൻ ട്വിസ്റ്റിന്റെ കാണാപ്പുറങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറുമൊരു 2 അയൽരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തെ കുറിച്ചല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും നീണ്ടുനിന്ന സമാധാനപരമായ അതിർത്തി പങ്കിടുന്ന, ചരിത്രപരമായി പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന 2 വൻ സാമ്പത്തിക ശക്തികളെ കുറിച്ചാണ്. അമേരിക്കൻ വിപണിയിലേക്ക് ചരക്കുകൾ എത്തുന്ന 3ാമത്തെ ഏറ്റവും വലിയ ഇറക്കുമതി സ്രോതസ്സാണ് കാനഡ എന്ന രാജ്യം. കണക്കുകൾ നോക്കൂ, $380 ബില്യൺ മൂല്യമുള്ള വ്യാപാര ഇടപാടുകളാണ് പ്രതിവർഷം ഈ അതിർത്തിയിലൂടെ മാത്രം കടന്നു പോകുന്നത്. 1965 പ്രശസ്തമായ ഓട്ടോ പാക്ട് മുതൽ പിന്നീട് വന്ന നാഫ്ത, ഒടുവിൽ നിലവിൽ വന്ന US മെക്സിക്കോ കാനഡ കരാറ് വരെ നീളുന്ന ഈ ആഴത്തിലുള്ള സാമ്പത്തിക സഖ്യമായിരുന്നു അത്. ഒരു വാഹനം നിർമ്മിക്കാൻ ആവശ്യമായ ഒരൊറ്റ സ്പെയർ പാർട്ട് പോലും അന്തിമമായി ഫിനിഷ്ഡ് കാറായി മാറുന്നതിന് മുമ്പ് അമേരിക്കൻ കനേഡിയൻ അതിർത്തികൾ 7ലധികം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാറുണ്ട്. അത്രമേൽ ഇഴപിരിയാത്തതാണ് ഇവരുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇത്രയും സുദൃഢമായ ഒരു ബന്ധമാണ് ഇപ്പോൾ ട്രംപിന്റെ ഏകപക്ഷീയമായ പിടിവാശികൾക്ക് മുന്നിൽ തകർന്നടിയുന്നത്. വാഷിംഗ്ടണും ഒട്ടാവയും തമ്മിൽ നടന്ന അതിനിർണായകമായ ആ ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ അവസാന നിമിഷം ദാരുണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിലും വ്യാപാര സ്വാതന്ത്ര്യത്തിലും നേരിട്ട് ഇടപെടാനുള്ള ട്രംപിന്റെ സ്ഥിരം സമ്മർദ്ദ തന്ത്രമാണ് ഇവിടെയും അരങ്ങേറിയത്. എന്നാൽ കാനഡ ഒരു കാര്യം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ ഒപ്പുവെച്ചാൽ അത് കാനഡയുടെ സ്വന്തം വിപണിയെയും പരമാധികാരത്തെയും അടിയറവ് വെക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന കനേഡിയൻ പ്രതിനിധികൾ തിരിച്ചറിയുകയും ധീരമായി ആ ചർച്ചയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്തു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? പ്രതികാര നടപടി എന്നോണം കാനഡയിൽ നിന്നുള്ള ഹോക്കി ഉപകരണങ്ങൾ മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഉടനടി അധിക തീരുവകൾ ചുമത്തിക്കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളായി കാനഡ അമേരിക്കയെ വ്യാപാരത്തിൽ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി അത് നടപ്പില്ല എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ട്രൂത്ത് സോഷ്യലിലൂടെ പരസ്യമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രതിനിധികൾ അവകാശപ്പെടുന്നത് ഈ തീരുവകൾ വളരെ ചെറിയൊരു വ്യാപാര വിഭാഗത്തെ മാത്രമേ ബാധിക്കുന്നു എന്നാണ്. പക്ഷേ അവിടെയാണ് വലിയൊരു കണക്കുകൂട്ടലുകൾ അവർക്ക് പിഴയ്ക്കുന്നത്. കാരണം വാഹന നിർമ്മാണ മേഖലയിലേക്കും സ്റ്റീൽ വ്യാപാരത്തിലേക്കും 50% നികുതി പ്രഖ്യാപിച്ചതോടെ തകരുന്നത് വടക്കേ അമേരിക്കൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ അടിത്തറയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്റാറിയോയിലെയും ഡെട്രോയിറ്റിലെയും പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ്. കാനഡയിൽ നിന്ന് എഞ്ചിൻ ബ്ലോക്കുകളും അതുപോലെ തന്നെ സ്റ്റീൽ ഫ്രെയിമുകളും ട്രാൻസ്മിഷൻ പാർട്സുകളും എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സിനും അതുപോലെ തന്നെ ഫോർഡിനും ഒന്നും കാറുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഈ 50% തീരുവയുടെ ആത്യന്തിക നഷ്ടം കാനഡയുടെ ട്രഷറിയിൽ നിന്നല്ല പോകുന്നത്, മറിച്ച് അമേരിക്കയിലെ കാർ ഷോറൂമുകളിലും സാധാരണക്കാരായ അമേരിക്കൻ ഉപഭോക്താക്കളുടെ തലയിലുമാണ് വന്നു വധിക്കാൻ പോകുന്നത്. ഒരു കാറിന് ഒറ്റയടിക്ക് $3000 മുതൽ $10,000 വരെ വില വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് അത്രേ. അതായത് മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച ട്രംപ് ഭരണകൂടം സ്വന്തം ജനതയുടെ മേൽ വൻ പണപ്പെരുപ്പ്
ജനാധിപത്യത്തിന്റെ ഭാരമാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ കാനഡയും ഒട്ടും നിസ്സഹായരായി കൈകെട്ടി നോക്കി നിൽക്കാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അവിടെയാണ് കാനഡയുടെ പടയൊരുക്കം ആരംഭിക്കുന്നത്. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് കനേഡിയൻ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്ക ചുമത്തുന്ന തീരുവയ്ക്ക് ആനുപാതികമായി കാനഡയും അമേരിക്കൻ ഇറക്കുമതികൾക്ക് മേൽ തുല്യമായ തിരിച്ചടി നികുതികൾ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും ഭീകരമായ മറ്റൊരു തലമുണ്ട്. കാനഡയുടെ കൈവശമുള്ള ഊർജ വിഭവ സ്വാധീനം. അത് അമേരിക്കയിലേക്ക് ഒഴുകുന്ന അസംസ്കൃത എണ്ണ, യുറേനിയം, വൈദ്യുതി, അലുമിനിയം, കാർഷിക മേഖലയ്ക്ക് ആവശ്യമുള്ള പൊട്ടാഷ് വളങ്ങൾ എന്നിവയുടെ പ്രധാന ഉറവിടം കാനഡയാണ്. ന്യൂയോർക്കിനും ന്യൂ ഇംഗ്ലണ്ടിനും വെളിച്ചം നൽകുന്ന കനേഡിയൻ വൈദ്യുതി ഗ്രിഡുകൾക്കോ കൃഷിഭൂമികളിലേക്ക് പോകുന്ന രാസവളങ്ങൾക്കോ മേൽ കാനഡ എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അമേരിക്കയിൽ ഉണ്ടാവുക സമാനതകളില്ലാത്ത ഊർജ ഭക്ഷ്യ പ്രതിസന്ധിയായിരിക്കും. സ്വന്തം ജനതയെ പട്ടിണിക്കിട്ടും തങ്ങളുടെ വ്യവസായങ്ങളെ തകർത്തും കാനഡയെ വഴക്കാൻ നോക്കുന്ന ട്രംപിന്റെ ഈ സാമ്പത്തിക ചൂതാട്ടം ഇരു രാജ്യങ്ങളെയും ഒരുപോലെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. അതേസമയം തന്നെ വെറും വൈകാരിക പ്രസ്താവനകൾക്കപ്പുറം ആധുനിക സാങ്കേതിക വിദ്യകളും ദീർഘവീക്ഷണവുമുള്ള നയതന്ത്ര പരിഹാരങ്ങളും മുൻനിർത്തിയുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇവിടെ വളരെ അനിവാര്യമായ ഒന്നാണ്. ഒന്നാമതായി ഡിജിറ്റൽ റൂൾ ഓഫ് ഒറിജിനൽ, അതായത് സംവിധാനവും AI കസ്റ്റമൈസ്ഡ് ട്രാക്കിങ്ങും പരമ്പരാഗത നികുതി യുദ്ധങ്ങൾക്ക് പകരം ഉൽപ്പന്നങ്ങൾ എവിടെ നിർമ്മിക്കപ്പെടുന്നു എന്ന കൃത്യമായി കണ്ടെത്താൻ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സപ്ലൈ ചെയിൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് ശരിയായ രീതിയിൽ വേണ്ടത്. ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ മെക്സിക്കോ വഴിയോ കാനഡ വഴിയോ അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തുന്നതാണ് ട്രംപിന്റെ പ്രധാന പരാതിയെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള സ്മാർട്ട് വെരിഫിക്കേഷൻ വഴി വ്യാജ ഇറക്കുമതികൾ തടയാനും യഥാർത്ഥ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ തീരുവ ഇളവുകൾ നൽകാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്ത്രപ്രധാന മേഖലകൾക്കുള്ള ഉഭയകക്ഷി ഇളവുകളാണ്. അതായത് ഓട്ടോമൊബൈൽ, പ്രതിരോധം, എയ്റോസ്പേസ്, അതുപോലെ ഊർജം തുടങ്ങിയ പരസ്പര ബന്ധിതമായ അതിനിർണായകമായ മേഖലകളെ രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു പ്രത്യേക സാമ്പത്തിക സുരക്ഷാ പ്രോട്ടോകോൾ രൂപീകരിക്കണം എന്നതാണ്. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സ്വതന്ത്ര ആർബിട്രേഷൻ കൗൺസിൽ നിലവിൽ വരണം. മൂന്നാമത്തെ കാര്യം കാനഡയുടെ ഗ്ലോബൽ മാർക്കറ്റ്, അത് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ എപ്പോഴും വിറച്ചു നിൽക്കാതിരിക്കാൻ കാനഡ തങ്ങളുടെ വിപണി വൈവിധ്യവൽക്കരിക്കണം എന്നതാണ്. നിങ്ങളുടെ പക്കലുള്ള ലിഥിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ അത്യാധുനിക ബാറ്ററികൾക്ക് ആവശ്യമായ അപൂർവ ധാതുക്കൾ അത് യൂറോപ്യൻ യൂണിയനിലേക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്തോ പസഫിക് രാജ്യങ്ങളിലേക്കും നേരിട്ട് കയറ്റുമതി ചെയ്യാനുള്ള പുതിയ ട്രേഡ് കോറിഡോറുകൾ കാനഡ സൃഷ്ടിക്കണം. അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന പ്രവണത കാനഡ കുറയ്ക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും വാഷിംഗ്ടണിന് കാനഡയ്ക്ക് മുന്നിൽ ചർച്ചകൾക്കായി വഴങ്ങേണ്ടി വരും. നാലാമതായി ടാർഗറ്റഡ് കൗണ്ടർ താരിഫ് മോഡലാണ്. അതായത് കാനഡ നടപ്പിലാക്കുന്ന തിരിച്ചടി നികുതികൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതാകരുത്, മറിച്ച് അമേരിക്കയിലെ ട്രംപിന്റെ ശക്തമായ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളുള്ള സംസ്ഥാനങ്ങളിലെ നിർമ്മാണ കാർഷിക ഉൽപ്പന്നങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള സ്മാർട്ട് താരിഫ് തന്ത്രം കാനഡ പ്രയോഗിക്കണം. ഇത് US കോൺഗ്രസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പിൻവലിക്കാൻ ഭരണകൂടത്തെ നിർബന്ധിതമാക്കാനും സഹായകരമാകും. അപ്പോൾ പറഞ്ഞു വന്നത് അതിർത്തികൾ വെറും വരമ്പുകളല്ല. സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ പേരിൽ നടത്തുന്ന അന്ധമായ യുദ്ധങ്ങൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെയാണ് ആദ്യം ചുട്ടുചാമ്പലാക്കുകയെന്നും തെളിയിക്കുന്നതാണ് ഈ വടക്കേ അമേരിക്കൻ വ്യാപാര പ്രതിസന്ധി എന്ന് പറയുന്നത്. പരസ്പര ബഹുമാനത്തോടെയുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടായില്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത വിശ്വസ്തതയും ആഗോള വിതരണ ശൃംഖലകളും ഉടനടി തകർന്നടിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ ലോകത്തെ മറ്റ് ചെറു രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ ഒരു പരീക്ഷണശാല കൂടിയാണ് ഈ യുദ്ധം. കാനഡ പതറാതെ പിടിച്ചു നിൽക്കുമോ, അതോ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരുമോ എന്നത് വരും ദിവസങ്ങളിൽ നാം മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ.
ട്രംപിന്റെ ഈ കടുത്ത സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കൻ വ്യവസായങ്ങളെ ശരിക്കും സംരക്ഷിക്കുമോ, അതോ അമേരിക്കൻ ജനതയെ വലിയൊരു പണപ്പെരുപ്പത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കുമാണോ ഇത് നയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.